അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. രാവിലെ തന്നെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാണ്ടായിപ്പോയി ഞാൻ. ഈ പൊന്നുമോൾക്ക് എന്താണ് പറ്റിയത്? അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാണ്ടാകുന്നു. എവിടെ നിന്നാണ് പറ്റിയത്? എന്താണ് സംഭവിച്ചത്? ഒന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മരണവാർത്ത നിങ്ങളോടൊക്കെ മുന്നിലെത്തിച്ചതാണ്. ഈ ഒരു പൊന്നുമോളുടെ നമ്മളൊക്കെ ഈ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ട 1-ാം ക്ലാസ്സുകാരിയായ സൻഹമോള് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് സൻഹമോള് ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് കുഴഞ്ഞു വീണു പോയത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആ പൊന്നുമോള് മരണപ്പെടുകയും ചെയ്തു. അന്ന് ആ മരണവാർത്ത ഏറെ വേദനയോടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ആ പൊന്നുമോൾക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ചെറിയ പ്രായത്തിലെ കുഴഞ്ഞു വീണു മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പൊന്നുമോളുടെ മരണകാരണം കേട്ടപ്പോൾ ആ പൊന്നുമോൾക്ക് ഇത് എവിടുന്നാണ് ഇത് സംഭവിച്ചത്? കുറച്ചു മുന്നേ എവിടുന്നെങ്കിലും നായയോ പൂച്ചയോ മറ്റോ മാന്തിയിട്ടുണ്ടാകാം. ചെറിയൊരു മുറിവ് മതി ആ മോള് ആരോടും പറയാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ആ മോള് എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ആ മോളുടെ മരണകാരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. പേവിഷബാധയേറ്റാണത്രേ ആ പൊന്നുമോള് മരണപ്പെട്ടത്. നമ്മളൊക്കെ കരുതിയിരുന്നത് അറ്റാക്ക് മരണമായിരിക്കുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ മോൾക്ക് എവിടുന്നാണ് ഇത് സംഭവിച്ചത്? ദേഹത്താണെങ്കിൽ അങ്ങനെ മുറിവോ ഒന്നും തന്നെ ഇല്ല. കുറച്ചു മുന്നേ സംഭവിച്ചിട്ടുണ്ടാകാം. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനയിലാണ് ആരോഗ്യവകുപ്പ്. അന്ന് 28-ാം തീയതി സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. ഏറെ സന്തോഷത്തോടെ പൊന്നുമോള് ബന്ധുവീട്ടിൽ പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയെ പെട്ടെന്ന് ആ പൊന്നുമോള് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അന്നൊന്നും നമുക്ക് ഈ ഒരു വാർത്ത കിട്ടിയിട്ടില്ലായിരുന്നു. ആ മോള് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ആ മോളിൽ പേവിഷബാധയുടെ പ്രകടമായ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ അന്ന് കണ്ട ദൃക്സാക്ഷികളാണ് ഇത് പറയുന്നത്. അതുമാത്രമല്ല, ആ മോള് വെള്ളത്തിനോട് കടുത്ത വിരക്തിയും പ്രകടിപ്പിച്ചിരുന്നു അത്രേ. ഈ കുഴഞ്ഞു വീണ സമയത്ത് വെള്ളം കൊടുക്കാനോ വെള്ളം തളിക്കാനോ ഒറ്റ നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ വെള്ളത്തിനോട് ഒരു വിരക്തി പ്രകടിപ്പിച്ചിരുന്നു അത്രേ. അതുമാത്രമല്ല അത്രേ, വായിൽ നിന്നും നുരയും പതയും ഒക്കെ വന്നിരുന്നു അത്രേ. പക്ഷെ ആളുകൾക്കൊന്നും പേവിഷബാധ ഏറ്റതാണെന്നൊന്നും സംശയമൊന്നും തോന്നിയിട്ടില്ല. സംശയിക്കേണ്ട ആവശ്യവുമില്ല. ആ കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ബന്ധു വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പേവിഷബാധ ഏറ്റതാണോ എന്ന് ആർക്കും അതിനെക്കുറിച്ച് സംശയവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷെ ആ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനുമായിട്ടില്ല. അപ്പോൾ വഴിയിൽ വെച്ച ഈ ഒരു സംഭവമാണ് സംശയമുണ്ടാക്കിയത്. ഈ കുട്ടിയുടെ മരണം പേവിഷബാധ മൂലമാണെന്ന് അറിഞ്ഞതോടുകൂടി ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ കുട്ടിക്ക് എവിടെ നിന്നോ നായയുടെയോ പൂച്ചയുടെയോ മാന്തലോ കടിയോ ഏറ്റിട്ടുണ്ട്. മുറിവ് ചെറുതായതുകൊണ്ട് തന്നെ ആ കുട്ടി ആരോടും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അതിനുശേഷം കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പാവം ചെറിയ മക്കളല്ലേ, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ആ പൊന്നുമോള്. ചെറിയ മോളായതുകൊണ്ട് തന്നെ ഒന്നും പറയാനും പറ്റുന്നുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, മക്കളുടെ മേൽ എന്തെങ്കിലും ചെറിയ മുറിവോ മാന്തലോ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടർക്ക് കാണിക്കുന്നതാണ് നല്ലത്. എന്തൊക്കെ രീതിയിലാണ് മക്കൾ മരണപ്പെട്ടു പോകുന്നത്? എത്രയെത്ര മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും പെട്ട് മരണപ്പെട്ടു പോയത്? ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടി വലിയൊരു പരിശോധനയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളിലും പരിസരത്തുമൊക്കെ പരിശോധന ഊർജിതമാക്കുന്നുണ്ട്. പലപ്പോഴും മക്കൾ ചെറിയ മാന്തലോ കടിയോ ഏറ്റാൽ മാതാപിതാക്കളിൽ നിന്നും മറച്ചു വെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ വേണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ. ചെറിയ മക്കളാണ്, അവർക്കൊന്നും അറിയില്ല. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. വല്ലാത്തൊരു സങ്കടപ്പെടുത്തിയ വാർത്തയായിരുന്നു രാവിലെ തന്നെ കേട്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചതാണ്. കുഴഞ്ഞു വീണു എന്നാണ് നമ്മളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായി പോയി. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ഒരുപാട് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പടച്ച റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ.
ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.